ഒരു 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഇല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിച്ചാൽ അതിലൂടെ നമുക്ക് പെർ ഡേ ഏറ്റവും കുറഞ്ഞത് 1,000-1,500 രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്. ഈ മെഷീനും ഇതിന്റെ പ്രവർത്തനവും ഒക്കെ വളരെ സിമ്പിളാണ്. മെഷീൻ തരുന്ന ആളുകൾ തന്നെ റോ മെറ്റീരിയൽസ് തരും. അതുകൂടാതെ മെഷീൻ തരുന്ന ആളുകൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പാക്കിംഗ് ഗുഡ്സും തരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറുകിട ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഡൊമസ്റ്റിക് കറണ്ട് മതിയാകും ഈ മെഷീന്, അതായത് സിംഗിൾ ഫേസ് മെഷീനാണ്. പിന്നെ പ്രത്യേകിച്ച് KSEBയുടെ അനുമതികളും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറുകിട ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. കൂടാതെ ഇത് വളരെ അട്രാക്റ്റീവാണ്. ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗം അവർ ക്യാച്ച് ചെയ്യുകയും അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അതിൻ്റെ കവറാണെങ്കിലും ഇല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും അവരെ അട്രാക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ പ്രോഡക്റ്റ് നമുക്ക് സ്കൂൾ കോളേജിൻ്റെ മുന്നിലുള്ള കടകളിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചിലവാകാൻ പോകുന്നത്. ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ പറയുന്നത് ബോട്ടിൽ ഷേപ്ഡ് പൗച്ചിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത്, മാംഗോ ജ്യൂസ് ഇല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, കൊക്കോകോള ഇല്ലെങ്കിൽ പെപ്സി കോള, എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ബോട്ടിൽ ഷേപ്ഡ് പൗച്ച് കിട്ടും. ഈ പൗച്ചിനകത്താണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്നും നിറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു മെഷീൻ വരുന്നുണ്ട്. ആ മെഷീനും നിങ്ങൾക്ക് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ആ മെഷീൻ മുഖാന്തരം ഇവിടെ നമുക്ക് ഈ പൗച്ച് ഫില്ല് ചെയ്യാം. അതിൽ തന്നെ സീലിംഗ് മെഷീൻ ഉണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നത് സീലിംഗ് മെഷീനാണ്. ആ സീലിംഗ് മെഷീൻ കൊണ്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് 20 എണ്ണത്തിൻ്റെ പാക്കറ്റ് ഇല്ലെങ്കിൽ 10 എണ്ണത്തിൻ്റെ പാക്കറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റ് ആളുകൾ, അതായത് ബേക്കറിക്കാർ അല്ലെങ്കിൽ കടക്കാർ, അവർക്ക് അവരുടെ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. സാധാരണ നമ്മളുടെ സിപ്പൊക്കെ വെക്കുന്ന കണക്ക്, സിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ 24ൻ്റെ പാക്കറ്റാണ് വരുന്നത്. 24ൻ്റെ പാക്കറ്റും എടുത്തവർ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തരുന്നു. ഇത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം, വളരെ നല്ല തണുപ്പോടുകൂടി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ കുട്ടികളെ ആകർഷിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ പാക്കിംഗ് ഇഷ്ടപ്പെടും അവർക്ക്. കൂടാതെ ഉള്ളിലുള്ള സാധനം, അതായത് ജ്യൂസസ് ആണ്, അത് ഇഷ്ടപ്പെടും. ഈ ജ്യൂസിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ലഭിക്കുന്നില്ലെങ്കിൽ ഈ മെഷീൻ ചെയ്യുന്ന ആളുകളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ കോൺസെൻട്രേറ്റ്, അതായത് ആ ജ്യൂസസ് ഉണ്ടാക്കേണ്ട കോൺസെൻട്രേറ്റ് തരും. അതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. കൂടാതെ പാക്കറ്റ് തരും. ദെൻ നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യുക, പാക്ക് ചെയ്യുക, കൊടുക്കുക. അത്രയും മാത്രമേ നിങ്ങളുടെ ഒരു ജോലിയായിട്ട് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് മെഷീൻ കാണാം. ഇവിടെ നമുക്ക് ബോട്ടിൽ ഷേപ്പ് ജ്യൂസ് പൗച്ച് ഫില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞ 1,60,000 രൂപയുടെ ഉണ്ട്. എന്നാൽ ചെറുകിട ബിസിനസ്സുകാർക്ക് പറ്റുന്ന മെഷീനാണ് ഞാനിവിടെ കാണിക്കുന്നത്. 10,000 രൂപയുടെ മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 23,500 രൂപയുടെ ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ നോക്കി കാണുക. ഞാൻ ഏറ്റവും കുറഞ്ഞ മെഷീൻ്റെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 20,000 രൂപയുടെ മെഷീനുണ്ട്, 11,000 രൂപയുടെ മെഷീനുണ്ട്, 75,000 രൂപയുടെ മെഷീനുണ്ട്, 12,000 രൂപയുടെ മെഷീനുണ്ട്, 17,000 രൂപയുടെ മെഷീനുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറി പരിശോധിക്കുക. ഇതാണ് പൗച്ചിൻ്റെ പേജ്. നിങ്ങൾക്ക് തന്നെ കാണാം. 85 പൈസ പെർ പൗച്ച്, 76 പൈസ, 90 പൈസ, 65 പൈസ, 75 പൈസ, 62 പൈസ, 80 പൈസ, 85 പൈസ, 90 പൈസ. ഈ രീതിയിലാണ് ഈ പൗച്ചുകൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മെഷീന്റെ കൂടെ തന്നെ കിട്ടും എന്ന് പറഞ്ഞു. അവരോട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാഭത്തിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രം മതിയാകും. ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിൽ പൗച്ചുകൾ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. കൂടാതെ ഒരു പെർമനന്റ് സീലിംഗ് മെഷീൻ കൂടി ഇതിന്റെ കൂടെ വാങ്ങിക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ പാക്ക് ചെയ്യുന്ന ദിവസം, അതുകൂടാതെ തന്നെ ബാച്ച് കോഡ്, പിന്നെ അതുകൂടാതെ അതിൻ്റെ എക്സ്പയറി, അതുകൂടാതെ അതിൻ്റെ പ്രൈസ്,
അതുകൂടാതെ നിങ്ങളുടെ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതെല്ലാം ഈ ബോട്ടിലിൻ്റെ പുറത്ത് പ്രിന്റ് ചെയ്തിട്ട് വേണം മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.